Hello everyone, myself Sri Lakshmi Nair, Assistant Professor, Electrical and Electronics Department, SNIT Adoor. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് പ്രീവിയസ് ലെക്ചർ വീഡിയോയിൽ ഓൾറെഡി നമ്മളൊരു ഏപ്രിൽ 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എ പാർട്ടിലെ 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നെക്സ്റ്റ് ലെക്ചർ വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്യുന്നു. അപ്പം ഇന്ന് നമ്മൾ ഈ ലെക്ചർ വീഡിയോയിൽ നമ്മളുടെ എ പാർട്ടിലെ ബാക്കി, അതായത് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഓൾറെഡി സോൾവ് ചെയ്തിരുന്നു. 5, 6, 7, 8 ബാക്കിയുള്ള എ പാർട്ടിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ലെക്ചർ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് നോക്കാം. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതായത് 2018 KTUവിൻ്റെ ഇലക്ട്രിക് ഡ്രൈവ്സ് എന്ന് പറയുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനകത്ത് 4ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 5, 6, 7, 8 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ഒബ്റ്റൈനിങ് വേരിയബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ആൻ ഇൻവെർട്ടർ, എക്സ്പ്ലെയിൻ. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, why it is superior to other types of speed control. 7th question എന്ന് പറഞ്ഞാൽ explain power and torque capability curves of a synchronous motor drive. In variable frequency control of synchronous motor drive, why VBF ratio is maintained constant up to base speed and voltage constant above base speed. Next question, draw the block diagram of microprocessor based control of permanent magnet synchronous motor drive. ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് ഇന്ന്. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളിത് 4 ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ലെക്ചർ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് ഇതാണ്, ഈ 4 ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റൈനിങ് വേരിയബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ആൻ ഇൻവെർട്ടർ, എക്സ്പ്ലെയിൻ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഓൾറെഡി ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണ് ഒരു ഇൻഡക്ഷൻ മോട്ടറിലേക്ക് വേരിയബിൾ ഫ്രീക്വൻസി വേരിയബിൾ വോൾട്ടേജ് കിട്ടുന്നത്, എങ്ങനെയാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾ ഫ്രീക്വൻസി വേരിയബിൾ വോൾട്ടേജ് കിട്ടുന്നതെന്നുള്ളതാണ്. അതിൻ്റെ മെത്തേഡ്സാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യനകത്തിൽ ഒരു ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ what are the different methods for obtaining variable output voltage from an inverter. അതായത് ഇൻവെർട്ടറിൽ നിന്ന് എങ്ങനെയാണ് വേരിയബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്ന വേരിയബിൾ ഫ്രീക്വൻസി വേരിയബിൾ വോൾട്ടേജിനെയാണ് നമ്മൾ എവിടെ ഫെഡ് ചെയ്യുന്നത്, ഇൻഡക്ഷൻ മോട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നത് ഓൾറെഡി. അപ്പം ഓൾറെഡി ഇത് രണ്ടും, അതായത് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണെന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് വേരിയബിൾ ഫ്രീക്വൻസി വേരിയബിൾ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നുള്ള മെത്തേഡും ഒരു ഇൻവെർട്ടറിന് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നുള്ളതും രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് വേറൊരു 2 പാറ്റേൺ ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിന് തന്നെയാണ് നമ്മൾ 2 മാർക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ, ഡിഫറെൻറ്റ് മെത്തേഡ്സിന് 2 മാർക്സ്. എക്സ്പ്ലനേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സ്പീഡ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ സപ്ലൈ ഫ്രീക്വൻസി and variable frequency control allows good running and transient response. Variable frequency induction motor drives are utilized in fan, pump, blower, conveyor and machine tool applications. Variable frequency AC supply can be obtained by using voltage source inverter, current source inverter, cycloconverter. അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് വേരിയബിൾ ഫ്രീക്വൻസി വേരിയബിൾ വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വേരിയബിൾ ഫ്രീക്വൻസി AC സപ്ലൈ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ നിന്നോ കറന്റ് സോഴ്സ് ഇൻവെർട്ടറിൽ നിന്നോ സൈക്ലോ കൺവെർട്ടറിൽ നിന്നോ കിട്ടുമെന്ന് നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ ആണെങ്കിൽ നമുക്ക് ട്രാൻസിയൻറ്റ് ആൻഡ് റണ്ണിങ് റെസ്പോൺസ് നല്ലതായിരിക്കും എന്നും അതുപോലെ തന്നെ വേരിയബിൾ ഫ്രീക്വൻസി ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ്സിൻ്റെ കുറേ ആപ്ലിക്കേഷൻസും എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എഴുതേണ്ട മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ്, കറന്റ് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവും അതിൻ്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽസ് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം അതാണ് നമ്മുടെ മെത്തേഡ്. അതായത് ഇൻവെർട്ടറിൽ നിന്ന് വേരിയബിൾ ഫ്രീക്വൻസി വേരിയബിൾ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ
ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെർട്ടർ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറായിട്ടോ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈക്ലോ കൺവെർട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഓൾറെഡി ഞാൻ നമ്മുടെ 5th മൊഡ്യൂളിൻ്റെ ലെക്ചർ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി ഇത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവും കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. എന്നിട്ട് അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഷോർട്ടായിട്ട്, അതൊരു ബ്രീഫായിട്ട് അതിൻ്റെ ഒരു ഉള്ളടക്കമാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസറായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ മൂന്നാമത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനെയും കൂടെയുള്ള കമ്പാരിസണും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 വീഡിയോയുടെ കാരണം നമുക്കിപ്പം ഒരു ലെക്ചർ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഇതെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവും കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവും ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ ക്വസ്റ്റ്യന് അത് വെച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ, വൈ ഇറ്റ് ഈസ് സുപ്പീരിയർ ടു അതർ ടൈപ്സ് ഓഫ് സ്പീഡ് കൺട്രോൾ. എന്താണ് ഫീൽഡ് ഓറിയന്റേഷൻ കൺട്രോൾ അല്ലെങ്കിൽ വെക്റ്റർ കൺട്രോൾ എന്നുള്ളതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പത്തെ ലെക്ചർ വീഡിയോയിൽ വെക്റ്റർ കൺട്രോൾ ഓർ ഫീൽഡ് ഓറിയന്റേഷൻ കൺട്രോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫീൽഡ് ഓറിയന്റേഷൻ കൺട്രോൾ എന്നുള്ളത് 3 മാർക്സിന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അതിനെ ദിസ് മെത്തേഡ് ഈസ് സുപ്പീരിയർ ടു അതർ ടൈപ്സ് ഓഫ് സ്പീഡ് കൺട്രോൾ എന്നുള്ളത് ആ റീസൺ നമുക്കൊരു 2 മാർക്ക് ആണ്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് പറയാം. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വെക്റ്റർ കൺട്രോൾ അല്ലെങ്കിൽ ഫീൽഡ് ഓറിയന്റേഷൻ കൺട്രോൾ ആണ് ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വെക്കേണ്ടത്. ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വെക്റ്റർ കൺട്രോൾ ഫീൽഡ് ഓറിയന്റേഷൻ കൺട്രോൾ ഞാൻ ലെക്ചർ വീഡിയോ ചെയ്തതിനകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് വെക്റ്റർ കൺട്രോളും ഇൻഡയറക്റ്റ് വെക്റ്റർ കൺട്രോളും ഒക്കെ പർട്ടിക്കുലർലി ഓരോന്നും എടുത്ത് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്തിൽ ഒരിക്കലും ഈ വലിയ ബ്ലോക്ക് ഡയഗ്രാം ഒന്നും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വെക്റ്റർ കൺട്രോൾ, അതായത് നമ്മുടെ ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പെർഫോമൻസിനെ നമുക്കൊരു DC സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിൻ്റെ പെർഫോമൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതായത് അതിൻ്റെ ഫ്ലെക്സിനെയും ടോർക്കിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫ്ലെക്സിനെയും ടോർക്കിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ ഇത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പെർഫോമൻസ് ഒരു DC സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറിൻ്റെ പെർഫോമൻസുമായിട്ട് ഈക്വലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വെക്റ്റർ കൺട്രോളിനകത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഞാനിവിടെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഫീൽഡ് ഓറിയന്റേഷൻ കൺട്രോൾ അല്ലെങ്കിൽ വെക്റ്റർ കൺട്രോളിൻ്റെ വീഡിയോ എടുക്കുക. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വെക്റ്റർ കൺട്രോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങളിവിടെ ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ there are 2 types of vector control. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഡയറക്റ്റ് വെക്റ്റർ കൺട്രോൾ എന്താണ്, ഇൻഡയറക്റ്റ് വെക്റ്റർ കൺട്രോൾ എന്താണെന്നുള്ളത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്താൽ മതി. 2 ടൈപ്സ് ഉണ്ടെന്നുള്ളത്, അല്ലാതെ അതിനെപ്പറ്റിയുള്ള ബ്ലോക്ക് ഡയഗ്രാം ഒന്നും വരച്ചുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്തിൽ വേണ്ട. ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി 3 മാർക്കിൻ്റെത് കഴിഞ്ഞു. ഇനി നമുക്ക് റീസൺ ആണ്. റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the high performance speed control of induction motor is based on vector control, which is also known as field oriented control, FOC. With the help of the vector control, the induction motor can be controlled similar to a separately excited DC motor. In vector control algorithm, the instantaneous position of stator current vector is controlled ideally, giving current field orientation during steady state and transient conditions. In this control algorithm, the coordinate transformation will play a key role. Full advantages of vector control algorithm are realized only if the instantaneous position of rotor flux vector is known. The scalar control, such as voltage per hertz or V/F strategy, has its limitations in terms of performance. The scalar control method for induction motors generates oscillations on the produced torque. Hence, to achieve better dynamic performance, a more superior control scheme is needed for induction motor. എന്തുകൊണ്ടാണ് അതായത് V/F മെത്തേഡിനെ ഒക്കെ വെച്ച് നോക്കുക, അതായത് സ്കെയിലർ കൺട്രോളിനെ ഒക്കെ വെച്ച് നോക്കുന്നുടനെ എന്തുകൊണ്ടാണ് വെക്റ്റർ കൺട്രോൾ അല്ലെങ്കിൽ FOC എന്ന് പറയുന്ന മെത്തേഡ് സുപ്പീരിയർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടറിനെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പെർഫോമൻസിനെ നമുക്കൊരു DC മോട്ടറിൻ്റെ പെർഫോമൻസുമായിട്ട് വെക്റ്റർ കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ ഫീൽഡ് ഓറിയന്റേഷൻ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറിൻ്റെ പെർഫോമൻസുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡക്ഷൻ മോട്ടറിനെ നമുക്ക് ഒരു DC മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഒരു AC മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
നമുക്ക് എന്താണ് നമ്മുടെ കൺട്രോൾ സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിയൻറ്റ് കണ്ടീഷൻസിലൊക്കെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ തരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ FOC ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെത്തേഡിനെക്കാട്ടിലും സുപ്പീരിയർ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഓൾറെഡി ഈ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ എന്താണെന്നുള്ള ഒരു റീസൺ മാത്രമാണ് ഈ സ്ലൈഡിനകത്തിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഫീൽഡ് ഓറിയൻറ്റേഷൻ കൺട്രോൾ അല്ലെങ്കിൽ വെക്ടർ കൺട്രോളിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ലെക്ചർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്, അതായത് ഫ്ലെക്സിനെയും ടോർക്കിനെയും നമുക്ക് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും എല്ലാം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. ഇതിപ്പം ഞാനൊരു ആൻസർ കീ അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ഒരു കീ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും ഇതിൻ്റെ വീഡിയോ കണ്ട് ഇതിൻ്റെ ആ ഒറിജിനൽ, അതായത് ബേസിക്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ, അതായത് 6 മൊഡ്യൂളും മൊത്തം പഠിച്ചൊരു കുട്ടിക്കാണ് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലേക്ക് അഭിമുഖീകരിക്കുന്നത്. അതായത് ഫുൾ ഇത് പഠിച്ചു കഴിയുമ്പം 6 മൊഡ്യൂളും പഠിച്ചു കഴിയുന്ന ഒരാളാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ സ്കീമും ആൻസർ സ്കീമും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളല്ലാതെ ജസ്റ്റ് ഒന്നും പഠിക്കാതെ ജസ്റ്റ് ആൻസർ കീ അല്ലെങ്കിൽ ക്വസ്റ്റ്യനും മാത്രം നോക്കിക്കഴിഞ്ഞാൽ എക്സാമിന് പോയി പാസ്സാവില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് ഒരു കീ അല്ലെങ്കിൽ സ്കീമും ആൻസർ കീയും പറഞ്ഞു തരുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യത്തെ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ എഴുതണം എന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ എന്താണ് ഫീൽഡ് ഓറിയൻറ്റഡ് കൺട്രോൾ അല്ലെങ്കിൽ വെക്ടർ കൺട്രോൾ എന്നുള്ളത് വൃത്തിയായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്തിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത്, ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ വശങ്ങൾ അതിനകത്ത് വെക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്തിൽ പറയുന്നത്. അപ്പം ദയവ് ചെയ്ത് ഇത് മാത്രമായിട്ട് പഠിക്കരുത്. നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ വീഡിയോസ് കാണുക, അത് മൊത്തം പഠിക്കുക. അതിൻ്റെ നോട്ടെല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിവിഷൻ്റെ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എക്സാമിന് എഴുതുന്ന ഉടനെ ഇപ്പം എന്തെങ്കിലും ഒരു DC മോട്ടർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റി DC മോട്ടറിനെ പറ്റി പഠിച്ചാൽ തീരില്ല, അതുപോലുണ്ട്. പക്ഷേ അത് മൊത്തം നമ്മൾ എഴുതി വെക്കില്ല. എക്സാമിന് ഒരു 5 മാർക്കിന് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം എഴുതി വെക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ ബ്രീഫ് ചെയ്തിട്ടാണ് എക്സാമിന് എഴുതുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ഓറിയൻറ്റഡ് മാത്രമാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ ആ ലെക്ചർ വീഡിയോ കാണണം, ഇത് മാത്രം കൊണ്ട് ഇരിക്കരുത്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ്സ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ് in variable frequency control of synchronous motor drive. Why V/F ratio is maintained constant up to base speed and voltage constant above base speed. അതായത് നമ്മൾ ഈ ഒരു ടോപ്പിക് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ് പഠിച്ചപ്പോൾ നമ്മൾ പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടില്ല, കാരണം നമ്മുടെ സിലബസിൽ അതില്ല. ഇൻ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ് വൈ V/F ratio is maintained constant. ഇത് മാത്രം ജസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ് ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ് സിലബസിൽ ഇല്ല എന്ന് പറഞ്ഞ് നമുക്കിത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി അതിന് മുമ്പ് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ്സ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സിമിലർ ആണ് അല്ലെങ്കിൽ സെയിം ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എബോ ദ ബേസ് സ്പീഡും ബിലോ ദ ബേസ് സ്പീഡും ഒക്കെ ഉള്ളത് നമ്മുടെ DC മോട്ടറിൻ്റെ, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ, സിങ്ക്രണസ് മോട്ടറിൻ്റെ എല്ലാം സെയിം ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ V/F മെത്തേഡ് 3ൻ്റെതും സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ ടോർക്ക് കാപ്പബിലിറ്റി കർവും സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ പഠിച്ചിട്ട്, അതായത് ഈ 6 മൊഡ്യൂളും പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടി നമുക്ക് എത്രത്തോളം സബ്ജക്ട് നോളജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരിക്കലും നമുക്ക് പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ് ചോദിച്ചാൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല. കാരണം പവർ ടോർക്ക് കാപ്പബിലിറ്റി കർവ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി DC മോട്ടോർ ഡ്രൈവിൻ്റെ അകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവിലും ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സിമിലർ ആണ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവിലെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെഷീൻ മാറിയിട്ടുണ്ടെങ്കിലും ഈ മെഷീൻസ് എല്ലാം യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ് V/F റേഷ്യോ ഉപയോഗിക്കുമ്പം കിട്ടുന്നത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിനും ഇതിനും സെയിം ആണ്. DC മോട്ടറിൻ്റെ DC മെഷീൻ പഠിച്ചപ്പോഴും അതിൻ്റെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ പറഞ്ഞപ്പം ഞാൻ ഈ പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ് പഠിപ്പിച്ചു. ആ സെയിം പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ് തന്നെയാണ് ഇൻഡക്ഷൻ മോട്ടറിനും സിങ്ക്രണസ് മോട്ടറിനും വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആൻഡ് ടോർക്ക് കാപ്പബിലിറ്റി കർവ്സിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് 3 മാർക്സ്. റീസൺ ഫോർ V/F ratio is maintained constant up to base speed. അതിൻ്റെ റീസൺ, അതായത് എന്തുകൊണ്ടാണ് V/F ratio ബേസ് സ്പീഡ് അപ് ടു ദ ബേസ് സ്പീഡ് കോൺസ്റ്റൻറ്റും എബോ ദ ബേസ് സ്പീഡ് വോൾട്ടേജ് മാത്രം കോൺസ്റ്റൻറ്റും ആവുന്നത് എന്നുള്ളതിൻ്റെ
റീസൺ. അതാണ് നമുക്ക് സ്കീമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും എഴുതിയാൽ മാത്രമേ ഈ ക്വസ്റ്റിന് എത്ര മാർക്ക് കിട്ടത്തുള്ളൂ? 5 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ടോർക്കിൻ്റെ കാപ്പബിലിറ്റി കർവും പവർ കാപ്പബിലിറ്റി കർവും. ഇത് ഓൾറെഡി നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ്. കാരണം എന്താണ്, ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ ഇതാണ് ഈ W അല്ല ഒമേഗ റേറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ ബേസ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഒമേഗ റേറ്റഡ് ബിലോ ദ ബേസ് സ്പീഡിൽ എന്തോ സംഭവിക്കുന്നേ? സ്പീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലേ? ബിലോ ദ ബേസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫ്രീക്വൻസി ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്തിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലേ? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജിനെയും കൂടി ഇൻക്രീസ് ചെയ്ത്, അതായത് V/F റേഷ്യോ എന്താക്കും? നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ഫ്രീക്വൻസി കൂടുമ്പോൾ അതനുസരിച്ച് വോൾട്ടേജും കൂടും. അപ്പോൾ V/F റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്കറിയാം F ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിച്ച് ഈസ് inversely proportional to flux ആണ്. F is directly proportional to 1/5 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ബിലോ ദ ബേസ് സ്പീഡിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി കുറവായിരിക്കും. എബോ ദ ബേസ് സ്പീഡ് ആകുമ്പോഴത്തേനായിരിക്കും ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നത്. അപ്പം ബിലോ ദ ബേസ് സ്പീഡ് ആകുമ്പോഴത്തേന് ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് ഫ്ലക്സ് എന്തായിരിക്കും? ഫ്ലക്സ് കൂടുതലായിരിക്കും. ഇനിയും ഈ ഒരു റീജിയൻ അല്ലെങ്കിൽ ബിലോ ദ ബേസ് സ്പീഡ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് V/F റേഷ്യോയെ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റും. കാരണം എന്താ? ബേസ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് റേറ്റഡ് വോൾട്ടേജ് ആയി മാറും അല്ലേ? ബേസ് സ്പീഡ് എത്തുമ്പം വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബിലോ ദ ബേസ് സ്പീഡിൽ മാത്രമേ നമുക്ക് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്ത് V/F റേഷ്യോയെ നമുക്ക് കോൺസ്റ്റന്റ് ആക്കാൻ പറ്റത്തുള്ളൂ. V/F റേഷ്യോയെ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഫ്ലക്സിനെ കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും. അതുവഴി നമുക്ക് ടോർക്കിനെ കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബിലോ ദ ബേസ് സ്പീഡിൽ കോൺസ്റ്റന്റ് ടോർക്ക് നമുക്ക് കിട്ടുന്നത്. ഇനിയും ആഫ്റ്റർ എബോ ദ ബേസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ഒരു തരത്തിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. കാരണം റേറ്റഡ് എത്തി. അപ്പം വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ ആര് ഇൻക്രീസ് ചെയ്യും? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് കുറയും. അപ്പോൾ ആ റീജിയനെയാണ് നമ്മൾ ഫീൽഡ് വീക്കനിങ് അല്ലെങ്കിൽ ഫ്ലക്സ് വീക്കനിങ് റീജിയൻ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു റീജിയനിൽ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി മെഷീൻ്റെ കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജും റേറ്റഡ് ആണ്. അപ്പം വോൾട്ടേജും കറണ്ടും റേറ്റഡ് ആയതുകൊണ്ട് ഈ ഒരു റീജിയനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോൺസ്റ്റന്റ് പവർ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കാപ്പബിലിറ്റി കർവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Y ആക്സിസിൽ, ഇവിടെ Y ആക്സിസിൽ ടോർക്ക് ആയിരുന്നു, ഇവിടെ Y ആക്സിസിൽ പവർ കൊടുക്കുന്നു. ആ ഒരു സമയം നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ബിലോ ദ ബേസ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോർക്കാണ് കോൺസ്റ്റന്റ്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ പവർ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം V/I എന്ന് പറയുന്നതാണ് പവർ. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് പവർ ഇൻക്രീസ് ചെയ്യുവാണ്. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്ന? വോൾട്ടേജ് ലീനിയർ ആയിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ P റേറ്റഡ് അല്ലെങ്കിൽ പവറിൻ്റെ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ കർവ് ആയിരിക്കും. ഇനി എബോ ദ ബേസ് സ്പീഡിൽ പവറിന് എന്താ സംഭവിക്കുന്നത്? എബോ ദ ബേസ് സ്പീഡ് എത്തുമ്പോഴത്തേന് പവർ എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പവർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ആ എബോ ദ ബേസ് സ്പീഡിൽ പവർ കോൺസ്റ്റന്റ് ആയിട്ട് വരച്ചു. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് ഇത് ടോർക്കല്ലേ? ടോർക്കിന്റെ ക്യാരയല്ലേ ഈ വരച്ചിരിക്കുന്നത്? ടോർക്കിന്റെ ക്യാര ഇവിടെ ഇങ്ങനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഡിക്രീസ് ചെയ്യുന്നത്? എബോ ദ ബേസ് സ്പീഡിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സിന് അനുപാതികമായി ആര് ഡിക്രീസ് ചെയ്യുന്നു? ടോർക്ക് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ ടോർക്ക് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടോർക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അതിൻ്റെ ഒരു ത്രെഷോൾഡ് വാല്യൂ, അതായത് ആ ഒരു വാല്യൂ കഴിഞ്ഞ് താഴേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് അത് സീറോയിലെത്താതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അതാണ് ടോർക്ക് കാപ്പബിലിറ്റി കർവും പവർ കാപ്പബിലിറ്റി കർവും. ഇത് തന്നെയാണ് ഇൻഡക്ഷൻ മോട്ടോർ ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. കാരണം V/F റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V/F കൺട്രോളിനകത്തിൽ എബോ ദ ബേസ് സ്പീഡും ബിലോ ദ ബേസ് സ്പീഡും ഉള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബേസ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേരി ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എബോ ദ ബേസ് സ്പീഡിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ബിലോ ദ ബേസ് സ്പീഡിൽ V/F റേഷ്യോ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഇത് തന്നെയാണ് രണ്ടാമത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. Variable frequency control of synchronous motor. The synchronous speed is directly proportional to frequency. So by varying the frequency, speed can be controlled. Like in induction motor, up to the base speed, the V/F ratio is kept constant, and for the speed above base speed, the terminal voltage is maintained at rated value and frequency is varied. In variable frequency control, the synchronous motor may operate in two modes, that is true synchronous mode or open loop mode. Second one, self-controlled mode. ഇതൊക്കെ ഓൾറെഡി ഞാൻ ലെക്ചർ വീഡിയോയ്ക്ക് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവിൻ്റെ ലെക്ചർ വീഡിയോ എടുത്ത് നോക്കുക. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ മൈക്രോ പ്രൊസസർ ബേസ്ഡ് കൺട്രോൾ ഓഫ് പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ സിലബസിനകത്ത് മൈക്രോ കൺട്രോളർ ബേസ്ഡ് PMSM മാത്രമേ പഠിക്കാനുള്ളൂ. മൈക്രോ പ്രോസസ്സർ നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ ഒരു തവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. മൈക്രോ കൺട്രോളറെ പഠിക്കാനുള്ളൂ.
പക്ഷേ ഒരു തവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളത് പഠിക്കുന്നു. ഈ വീഡിയോക്കകത്തിൽ ഞാൻ നിങ്ങൾക്ക് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് PMSMനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. സിലബസിൽ ഇല്ലെങ്കിലും പുതിയൊരു കാര്യമല്ലേ. ഇപ്പം മൈക്രോ കൺട്രോളർ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. അപ്പം മൈക്രോ പ്രോസസ്സറും കൂടെ പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ സ്കീം ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രത്തിന് 3 മാർക്സ്, എക്സ്പ്ലനേഷന് 2 മാർക്ക്. പിന്നെ നിങ്ങളൊരു ഹയർ സെമസ്റ്റർ കുട്ടികളാണ്, അതായത് S6 എത്തി, തേർഡ് ഇയർ BTech സ്റ്റുഡൻസ് ആണ്. എല്ലാം സിലബസ് ഓറിയൻറ്റഡായി സിലബസിലുള്ളത് മാത്രം അല്ലെങ്കിൽ നോട്ടിലുള്ളത് മാത്രമേ പഠിക്കൂ എന്നുള്ള ഒരു ഇതില്ലല്ലോ. എന്ത് വേണമെങ്കിലും, അതായത് ഒരു ഡ്രൈവിനെ സംബന്ധിച്ചുള്ള എന്ത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ ഉള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ 1 മുതൽ 6 വരെയുള്ള മൊഡ്യൂൾ വൃത്തിയായിട്ട് ബേസ് അറിഞ്ഞ് തന്നെ പഠിക്കുക. അങ്ങനെ അറിയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് കൺട്രോൾ ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവിൻ്റെ ഡയഗ്രാം. ഒരു റെക്ടിഫയർ ഉണ്ട്, ഒരു ഇൻവെർട്ടർ ഉണ്ട്. അതായത് ഒരു റെക്ടിഫയറും ഇൻവെർട്ടറും കൂടെയാണ്. ഇതാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടോർ PMSMനെ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PMSMൽ നിന്ന് ഒപ്റ്റിക്കൽ എൻകോഡർ വഴി നമ്മൾ സ്പീഡ്, പൊസിഷനെ എല്ലാം നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. ഈ സ്പീഡ്, പൊസിഷനെ എല്ലാം സെൻസ് ചെയ്തിട്ട് നമ്മളൊരു മൈക്രോ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. ആ മൈക്രോ പ്രോസസ്സർ എവിടേക്ക് കൊടുക്കുന്നു? മൈക്രോ പ്രോസസ്സറാണ് ഈ ഇൻവെർട്ടറിന് വേണ്ടുന്ന ട്രിഗറിങ് സിഗ്നൽ അല്ലെങ്കിൽ ഫയറിംഗ് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഫയറിംഗ് സർക്യൂട്ടിലേക്ക് കൊടുക്കും. ഈ ഫയറിംഗ് സർക്യൂട്ടാണ് ഇൻവെർട്ടറിന് ആവശ്യമുള്ള, അതായത് ഏത് സ്പീഡാണോ ഈ PMSMൻ്റെ റോട്ടർ ഏത് സ്പീഡിലാണോ കറങ്ങുന്നത് ആ സ്പീഡിനനുസരിച്ചുള്ള ഫയറിംഗ് സിഗ്നലിന് ഇൻവെർട്ടർ കൊടുക്കും. അപ്പോൾ ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൊടുക്കുന്നത് ഈ കറക്റ്റ് റോട്ടർ പൊസിഷനനുസരിച്ചുള്ള സ്റ്റേറ്റർ പൊസിഷൻ കിട്ടാൻ വേണ്ടി, അതായത് സ്റ്റേറ്ററും റോട്ടറും ലോക്കായിട്ടിരുന്നാൽ മാത്രമേ സിങ്ക്രണസം നടക്കത്തുള്ളൂ. ആ ഒരു സിങ്ക്രണസം നടക്കാനുള്ള വോൾട്ടേജ് ആയിരിക്കും ഇൻവെർട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കറണ്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു മൾട്ടിപ്ലെക്സറുണ്ട്, ഒരു ADC അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഐസൊലേഷൻ ആംപ്ലിഫയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതായത് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഇതെല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒപ്റ്റിക്കൽ എൻകോഡർ വഴി നമ്മൾ പൊസിഷനും റോട്ടർ പൊസിഷനും അതുപോലെ റോട്ടറിൻ്റെ സ്പീഡും സെൻസ് ചെയ്യുന്നു. അതനുസരിച്ച് നമ്മുടെ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ സിങ്ക്രണസത്തിൽ, അതായത് ഫുൾ ഔട്ട് ഓഫ് സിങ്ക്രണസം ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്ററിനെയും റോട്ടറിനെയും ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സിങ്ക്രണസ് മോട്ടറിൽ എങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മൈക്രോ പ്രോസസ്സർ വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ സ്പീഡിനെയും പൊസിഷനെയും എല്ലാം മൈക്രോ പ്രോസസ്സർ സെൻസ് ചെയ്ത് ആ മൈക്രോ പ്രോസസ്സറാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നലിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമാണ് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് കൺട്രോൾ ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ്. നിങ്ങൾക്ക് എക്സാമിന് ബ്ലോക്ക് ഡയഗ്രാം ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം. അതിൻ്റെ ഒരു എക്ഷൻ ഉണ്ട്. The advent of microprocessor has raised interest in digital control of power converter system and electronics motor drives, since the microprocessor provides a flexible and low-cost alternative to the conventional method. For PMSM drive system, the microprocessor control offers several interesting features, principally improved performance and reliability, versatility of the controller, reduced components and reduced development and manufacturing cost. In the block diagram of the microprocessor control PMSM shown in figure, the PMSM is fed from a current source DC link converter system. ഒരു current source DC link converter system ആണ് PMSMനെ ഫീഡ് ചെയ്യുന്നത്, which consists of a ACR inverter through a rectifier, ഒരു rectifierും ഇൻവെർട്ടറും ഉണ്ട്, and which is operated from a 3-phase AC supply lines and its gating signals are provided by digitally controlled firing circuit. ഓൾറെഡി നമ്മൾ ഡയഗ്രത്തിൽ കണ്ടതാണ്. ഇനി the optical encoder, which is composed of a coded disc attached to the motor shaft and 4 optical sensors providing rotor speed and position signal. റോട്ടറിൻ്റെ സ്പീഡും പൊസിഷൻ സിഗ്നലും അത് സെൻസ് ചെയ്യുന്നു. The inverter triggering pulses are synchronized to the rotor position reference signals with a delay angle determined by an 8-bit control input. ഇൻവെർട്ടറിൻ്റെ ട്രിഗറിങ് പൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിങ്ക്രണൈസ്ഡ് റോട്ടറിൻ്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും ഇൻവെർട്ടറിൻ്റെ ട്രിഗറിങ് പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. വിത്ത് എ ഡിലേ ആംഗിൾ ഡിറ്റർമൈൻഡ് ബൈ ആൻ 8-bit കൺട്രോൾ ഇൻപുട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ കിട്ടുന്ന, അതായത് ഫയറിംഗ് സർക്യൂട്ടിനുള്ള കൺട്രോൾ ഇൻപുട്ട് അനുസരിച്ചാണ് ട്രിഗറിംഗ് പൾസിനെ ജനറേറ്റ് ചെയ്യുന്നത്. Inverter ACRs are naturally commutated by machine voltage during normal conditions. Naturally commutate out the speed signals, which is a train of pulse of frequency proportional to the motor speed. Motor speed proportional ആയിട്ടുള്ള speed signals ആയിരിക്കും is fed to a programmable counter used for speed sensing. Speed sensing ഉപയോഗിക്കുന്ന ഒരു programmable counterലേക്ക് current sensor സ്റ്റേറ്ററിന്റെ കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യും and amplified by optically isolated amplifier
ദ ഔട്ട്പുട്ട് സിഗ്നൽസ് ആർ മൾട്ടിപ്ലൈഡ്. ഈ കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലിനെ മക്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതൊരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ADC ഉപയോഗിച്ച് കൺവേർട്ട് ടു ഡിജിറ്റൽ ഫോം ബൈ എ ഹൈ സ്പീഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മൈക്രോപ്രൊസസ്സറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ഓഫ് ദ സിഗ്നൽ വേരിയബിൾസ് ഫോർ ദ പർപ്പസ് ഓഫ് ഒബ്റ്റൈനിങ് ഡിസൈഡ് ഡ്രൈവ് ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലറായിട്ട് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും ഈ വേരിയബിൾസിനെ എല്ലാം. ഇറ്റ് ക്യാൻ ഓൾസോ പെർഫോം വേരിയസ് ഓക്സിലറി ടാസ്ക് സച്ച് എസ് പ്രൊട്ടക്ഷനും ഡയഗ്നോസിസും ഡിസ്പ്ലേയും എല്ലാം ഉണ്ട്. In normal operations, commands are fetched from the input-output terminals and system variables. That is, the DC link current, the rotor position and speed are sensed and fed to the CPU. നമ്മൾ നോർമൽ ഓപ്പറേഷനിൽ ഇൻപുട്ട്-ഔട്ട്പുട്ട് ടെർമിനലിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് DC ലിങ്ക് കറണ്ട്, റോട്ടർ പൊസിഷൻ, സ്പീഡ് എല്ലാം സെൻസ് ചെയ്തിട്ട് എവിടേക്ക് കൊടുക്കും, മൈക്രോ പ്രൊസസ്സറിൻ്റെ CPUയിലേക്ക് ഫെച്ച് ചെയ്യുന്നു. ആഫ്റ്റർ പ്രോസസ്സിങ് എന്നിട്ട് മൈക്രോ പ്രൊസസ്സറിൻ്റെ CPUയിൽ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഈ പ്രൊസസ്സറെ പ്രോസസ്സിങ് ചെയ്യുന്നു. പ്രോസസ്സിങ് കഴിയുമ്പോൾ മൈക്രോ പ്രൊസസ്സർ ഇഷ്യൂസ് എന്ത് ചെയ്യും, കൺട്രോൾ സിഗ്നലിനെ ഇഷ്യൂസ് ചെയ്യുന്നു ടു ദ ഇൻപുട്ട് റെക്ടിഫയർ. ദെൻ ദ മെഷീൻ ഇൻവെർട്ടറിലും റെക്ടിഫയറിലേക്കും നമ്മൾ കൺട്രോൾ സിഗ്നലിനെ പ്രൊവൈഡ് ചെയ്യും സോ ആസ് ടു പ്രൊവൈഡ് ദ പ്രോഗ്രാംഡ് ഡ്രൈവ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈവ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അതായത് പ്രോസസ്സിങ് കഴിയുമ്പോൾ പ്രൊസസ്സറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് എങ്ങോട്ട് കൊടുക്കുന്നു, റെക്ടിഫയറിനും ഇൻവെർട്ടറിനും ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇതാണ് മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് കൺട്രോൾ ഓഫ് എ PMS. നിങ്ങൾ ഓൾറെഡി മൈക്രോ കൺട്രോളറിൻ്റെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു, അതാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. മൈക്രോ പ്രോസസ്സർ ചോദിച്ചു കഴിഞ്ഞാലും എഴുതുക, സിമ്പിളാണ്. മൈക്രോ കൺട്രോളർ മാറ്റി ഒരു പ്രോസസ്സർ വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ റോട്ടർ പൊസിഷനും റോട്ടറിൻ്റെ സ്പീഡും ഒക്കെ സെൻസ് ചെയ്തിട്ട് അതനുസരിച്ച് റോട്ടറും സ്റ്റേറ്ററും ലോക്കായിട്ടിരിക്കണം അല്ലേ. അപ്പോൾ ആ റോട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച് മെഷീൻ കറങ്ങി സിങ്ക്രണസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഔട്ട് ഓഫ് സിങ്ക്രണസം ആകാതിരിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ റോട്ടർ ദിശ മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്ററിൻ്റെ പൊസിഷനും മാറുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സിങ്ക്രണസം തന്നെ വേറൊരു സ്പീഡിൽ സിങ്ക്രണസം നിലനിർത്തുന്നു. അതാണ് സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ A പാർട്ടിലെ 8 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക.